ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. അക്ബറിന്റെ ഭാര്യ ആവാനിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരത്തി നല്ല വൈബാണ് കേട്ടോ. ഡോക്ടർ ഷെറീൻ ഖാൻ നല്ല വൈബാണ്. എല്ലാവരുമായിട്ടും ജെല്ലായി സിങ്കായി മിണ്ടുന്നതായിട്ടൊക്കെ ഇപ്പൊ ലൈവിനകത്ത് കാണിച്ചിരുന്നു. പിന്നെ അക്ബറിന്റെ ഉമ്മയും അതെ കേട്ടോ, എല്ലാവരോടും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. എല്ലാ ദിവസവും കാണുന്ന മക്കളാണ് നിങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഉടനെ അക്ബർ ഒരു കൗണ്ടർ അടിക്കുന്നുണ്ട്. മക്കളുടെ മുന്നിൽ വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അക്ബറിനെ പറ്റി പറയുന്ന ഒരു കാര്യം, വീട്ടിലുള്ള പോലെ ഒരു കോമഡിയോ കാര്യങ്ങളോ ഒന്നും അക്ബർ ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ്. അക്ബർ പുറത്ത് നല്ല രീതിയിൽ തന്നെ ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഹാസ്യത്തിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു അക്ബറിനെ അല്ല ഇവിടെ കാണുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ ഭാര്യ അവനിരിക്കുന്ന ഒരു പുള്ളിക്കാരത്തെയും പറയുന്നുണ്ട് ഈ ഒരു കാര്യം. ഇതാണ് അക്ബറിനെ പറ്റി ഇവര് പറയുന്നത്. അക്ബറിനോടായിട്ട് ഇനി എന്താണ് പറയാൻ പോകുന്നത് കണ്ടറിയണം. പിന്നെ വേറൊരു കാര്യം, ഷെറീൻ ഖാൻ അക്ബറിന്റെ അടുത്ത് പറയുന്നുണ്ട്, നെക്സ്റ്റ് ടൈം അനുമോൾക്കോ ടീസ് നൈ കർണ എന്ന് വെച്ചാൽ അനുമോളെ ഇനി അടുത്തതാണ് നീ കളിയാക്കരുത് എന്ന്. ഇത് പറഞ്ഞിട്ട് അക്ബറിന്റെ കൈക്കിട്ടൊരു ചെറിയൊരു ഇട്ടി കൊടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് കളിയാക്കിയിരുന്നല്ലോ അനുമോളെ. തുടക്കത്തിലൊക്കെ ഒരുപാട് കളിയാക്കിയിരുന്നതാണ്. പാട്ടുണ്ടാക്കി പാടുകയും അങ്ങനെ ആ രീതിയിൽ ഒരുപാട് ബുള്ളിങ് അനുമോൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. അനുമോളുടെ അടുത്ത് നല്ല രീതിയിൽ തന്നെ ഷെറീൻ മിണ്ടുന്നുണ്ട്. റിസപ്ഷന് വരണം എന്നൊക്കെ പറഞ്ഞ് അനുമോളെ വിളിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അപ്പൊ നല്ല രീതിയിൽ തന്നെ രണ്ടുപേരും പെരുമാറുന്നുണ്ട് കേട്ടോ. അക്ബറിന്റെ ഉമ്മ പ്രത്യേകിച്ചും. ആദിലോടും നൂറയോടും ഒക്കെ കൂട്ടുകൂട്ടുന്ന ആരാണ് പറഞ്ഞത്? അക്ബറിന്റെ ഉമ്മ അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ടേ തോന്നുന്നില്ല. രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. അക്ബറിന്റെ ഉമ്മ വന്ന പാടെ തന്നെ ഒരു ഗ്രീറ്റ് ചെയ്യുന്നുണ്ട്. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.